ഹലോ ഗൈസ്, വെൽക്കം ടു ഡെയിലി ഡോസ് ഓഫ് ഷീ. അപ്പോൾ ഇന്ന് ഷെഫ്നേൻ്റെ കല്യാണമാണ്. ഞാനും രജിച്ചേച്ചി ഇർഷാദും കൂടെയാണ് പോണത്. അപ്പം നമുക്ക് പോവാം ഗൈസ്. നമ്മൾ നടന്നാണ് പോണത്. നല്ല വെയിലുണ്ട്, കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ എന്താ ഈ വീഡിയോ എടുക്കണമെന്നൊക്കെ. എന്താ കാണിക്കണേന്നാ ഓൾക്ക് അറിയില്ലല്ലോ വീഡിയോ എടുക്കുകയെന്ന്. അങ്ങനെ മങ്കടയാണ് ഓളെ വീട്. അങ്ങോട്ട് എങ്ങനെ പോകാമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല, പക്ഷേ നമുക്ക് പോയി പറ്റും. പിന്നെന്താ, ഞാൻ ഐറ്റ് കഴിഞ്ഞാണ് പോണത്. അന്ന് സൽവേന ഇല്ലാണ്ടിന് പോയി അതേപോലെ. എന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട്. അന്ന് ചായ ഒന്നും കുടിക്കാൻ നേരം കിട്ടിയില്ല, പക്ഷെ ഇന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോണത്. അപ്പോൾ കൈസ് നമുക്ക് പോകാം. എന്താ നമുക്ക് പറയാനേ, ഒരു പുതിയ വാച്ചാണ്, എല്ലാവരും കാണണം. നാണം വന്ന് ഗൈസ്, നാണം വന്നേ. അപ്പോൾ ഗൈസ് നമ്മൾ മങ്കട എത്തിയിട്ടുണ്ട്. മങ്കടയാണ് ഓഡിറ്റോറിയം. പക്ഷെ അവളെ വീട് കുറച്ചും കൂടെ ഉള്ളോട്ടാണ്. പക്ഷെ ഓഡിറ്റോറിയം ടൗണിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഉള്ളോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പം പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മുടിയൊക്കെ പാറി ആകെ ഒരു കോലം ആയി. അതിൻ്റെ ഇടയിൽ രേച്ചേച്ചി ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ രേച്ചേച്ചീൻ്റെ മോനോട് ക്യാമറയെ നോക്കി എന്തെങ്കിലും പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര നാണം കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് വഴിയൊക്കെ ചോദിച്ച് അവിടെ പോയിട്ടോ. പക്ഷേ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല, കാരണം ഇർഷാദ് വന്നിട്ടില്ല. ഇർഷാദിനെ കാത്തിക്കാണ്. ഓനാണെങ്കിൽ 2-3 കല്യാണം വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. കഴിഞ്ഞിട്ടല്ല, അതിൻ്റെ എല്ലായിടത്തും തലയൊക്കെ കാണിച്ചിട്ട് വരും എന്നാവും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഓനെ കാത്തു നിന്ന് ഭയങ്കര ഒരു അവസ്ഥയിലായി. പിന്നെ ഞങ്ങൾ ഒന്നാമത് അവനെ കാത്തിക്കാൻ കാരണം ഞങ്ങൾ ഗിഫ്റ്റ് അവൻ്റെ കയ്യിലാണ്. പക്ഷെ അതിപ്പോൾ ഒന്നും വരും തോന്നില്ല, കാരണം കുറേ ടൈമായി. മുടിയൊക്കെ കേടുന്നുണ്ട്. ഇത് അയച്ചാൽ ഇങ്ങനെയും കിട്ടൂല, അതുകൊണ്ട് ഞാൻ അയക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓനെ കാത്തുനിന്ന് കുഴങ്ങി അവസാനം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അവസാനം ഓളെ അടുത്തേക്ക് പോകുമ്പം ഓനെ കാത്തിക്കാന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ കയറിയത്. നേരെ ഞങ്ങൾ പോയത് വെള്ളം കുടിക്കാനാണ്. ഞാൻ 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചത്, അത്രയ്ക്ക് ദാഹം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ പിന്നെ ഓളെ ഉമ്മേനെ കണ്ട്. അപ്പോൾ ഓളെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു, ഓള് ഫോട്ടോ എടുക്കാൻ പോയിട്ട് എത്തിയില്ല, നിങ്ങൾ ഉള്ളിൽ കയറി ഇരുന്നോളിന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഇരുന്ന്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ആശ്വാസമായി, കാരണം ഇർഷാദും വന്നില്ല. ഓള് വരുമ്പോഴേക്ക് ഇർഷാദ് വരും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി ഇരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഷെഫിനെ ഫോട്ടോ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഓളെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇർഷാദാണെ വന്നില്ല. കുറച്ച് നേരത്തെ കയറിയാതിരുന്നില്ല, എങ്ങനെയാണെങ്കിൽ കുറേ നേരം വെയിലത്ത്. അങ്ങനെ എന്താ നോക്കാത്തേ, അവന് ഭയങ്കര നാണാണ്. ഞങ്ങൾ വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ അവസാനം ഷെഫിനെ വന്നിട്ടോ. ഷെഫിനെ വന്നതും ഇർഷാദ് വന്നതൊക്കെ ഏകദേശം ഒരേ ടൈമിലാണ്. നമ്മളുടെ ഇർഷാദ് വന്നിരിക്കുന്ന ഗിഫ്റ്റൊക്കെ കൊണ്ട്. ഓൻ പറഞ്ഞൊന്നും എടുക്കണം, അവൻ വരുമ്പോ ഓൻ അറിയാതെ എടുക്കാൻ. പാവക്കുട്ടീനെ വരില്ലേ. അങ്ങനെ ഷെഫിനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്ന് സ്റ്റേജിലേക്ക് കയറിട്ടോ. ഞങ്ങൾ വിചാരിച്ചുള്ള ചെക്കൻ വന്നിട്ടാവും ഓള് കയറുക എന്നാണ്. പക്ഷേ ഓളാണ് ഫസ്റ്റ് കയറി. ചെക്കൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഷെഫിനെ വന്നിട്ടുണ്ട്. ഒരു യൂട്യൂബർ ആകുമ്പോൾ നമ്മൾ പല കാര്യം എന്താ ചെയ്യണം, സ്ട്രഗിളൊക്കെ ചെയ്യണം. കുറച്ച് ആൾക്കാർ നോക്കുന്ന വിചാരിച്ച് നമ്മളെന്തെങ്കിലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. മുടിയൊക്കെ ഇടുന്നു. അവിടെ കുറച്ച് വാട്ടർ തരുമോ ഫ്രണ്ടിന്ന്? ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട്? ഡ്രസ് എടുത്ത് ഇത് മഞ്ചേരി എറണാകുളത്ത് പോയില്ലല്ലോ, എടുത്ത് വന്നതാണ്. അവിടെന്ന് കിട്ടി ചേച്ചി. പിന്നെ യങ് ബ്യൂട്ടി ആയതുകൊണ്ട് ചേച്ചി ചെക്കനെ കൊടുന്നു. ചെക്കൻ ഒരേ ഫോൺ മകള്. ഈ വർക്കൊക്കെ ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തത്.
നോക്കട്ടെ കമ്മല് 1.14 മണവാട്ടി. ഷഫ്ന ഫോട്ടോ തളർന്നോ? അങ്ങനെ കൈസ് ഇതാണ് ഷെഫിനെ താത്തേൻ്റെ മോനോ. എൻ്റെ മുടീൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് ഓനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷെഫിനെ ഫോട്ടോ എടുക്കാൻ ഞങ്ങളെ വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഓളെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ട് ഹോസ്പിറ്റലിലുള്ള ഓരോടൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇർഷാദ് ഓരോന്ന് പറഞ്ഞോളിങ്ങനെ ട്രോൾ ചെയ്യുന്നിട്ടോ. അപ്പോൾ അതിനിങ്ങനെ എന്തൊക്കെയോ പറയണോള്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. പിന്നെ ഭയങ്കര ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര കൂളായിട്ട് നടക്കാൻ പറ്റിയിട്ടവിടെ. പിന്നെ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കൊടുത്തു. അപ്പം ഗിഫ്റ്റ് കൊടുക്കണത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ പിന്നെ ഗിഫ്റ്റൊക്കെ പൊളിച്ചു നോക്കി. നമ്മളെ ഗിഫ്റ്റാണ്. ഷഫ്ന ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് കാണിച്ചേ. അങ്ങനെ പിന്നെ ഇർഷാദ് ഷെഫിനെയും ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഇരുന്നിട്ട് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓലെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ വരാണ് കേട്ടോ ഷാമിലി. ഇപ്പം ഞങ്ങളെ കൂടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പോയിട്ടോ. അങ്ങനെ ഇവൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര കോമഡിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വഴിയെ കാണാം. അത് കഴിഞ്ഞ് ഞാനും ഷെഫിനെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ ഞങ്ങൾ ഹൈറ്റ് മാച്ചാവാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഫോട്ടോ എടുക്കണേ. അതിൻ്റെ ഇടയിൽ ക്യാമറമാൻ ഞങ്ങളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അത് നമ്മളെ ഏതോ ടീമിൻ്റെ കൂടെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലേ. യൂട്യൂബറാണ്. ഏതോ പെണ്ണിന്റെ ഒപ്പം പോണ എന്റെ ഗിഫ്റ്റ് കുറച്ച് ചെറുതായിരുന്നു സംശയം. എടി ആ ഗിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതായിരുന്നു. ഞാൻ ഇത് ആനന്ദോ ആനന്ദച്ചോലയിൽ നീരാ പിന്നെ ഇതാണ് ഷാമിൽ. ഇവൻ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഓന്റെ ക്യാരക്ടർ എന്താണ്. ഷിബിനാന്ന് പറഞ്ഞത് ഞങ്ങളെ ഹസ്ബൻഡ് അന്ന് കൂട്ടി പോകുന്നത്. ഇനിയിപ്പോ കുറച്ച് പ്രാക്ടീസ് ഉണ്ടാവും. ബാംഗ്ലൂർക്കല്ലേ പോകണം. ട്രെയിനിൽ കയറാൻ സാധിച്ചില്ല. ഒന്നുമില്ല. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇർഷാദാണെങ്കിൽ ഓൻ്റെ ഏതൊക്കെ ഫ്രണ്ട്സൊക്കെ വന്നപ്പം ഞങ്ങളൊക്കെ മറന്ന് അവൻ പോയി ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിക്കാൻ പോകണം. ഇതെന്താടി തുരങ്കമാണ്. എല്ലാം ഇറങ്ങിക്കോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. മറ്റോടൊപ്പം പോയടി അറിയില്ല. നമ്മളൊപ്പം അല്ലാണ്ട് ഒരു സാധനം. നമ്മൾ ബിരിയാണിയാണ് കഴിക്കണം. ഷഫ്ന എന്താ പറയാ, കുഴങ്ങിയോ? ഇതാ ഗൈസ് ഇർഷാദ് വേറെ ടീമിൻ്റെ കൂടെ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിക്കായിരുന്നു. പക്ഷേ ഷെഫ്നയ്ക്ക് വെറുംചോറ് വേണം എന്നൊക്കെ പറഞ്ഞ് ഓള് വെറുംചോറ് വാങ്ങി. പക്ഷേ ഓൾക്ക് അവിയൽ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിയൽ ഉണ്ടാക്കിയില്ല. ഓളെ ചതിച്ചു. അതിൻ്റെ ഒരു സങ്കടത്തിൽ പിന്നെ ഓള് ലാസ്റ്റ് ബിരിയാണിയാണ് തിന്നാണ്. ഇങ്ങനെയാണോ? നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഗൈസ് ഷാമിൽ പോവാന്ന് പറയാൻ വന്നതാണ്. അപ്പോൾ ഈ പാർട്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പം അടുത്ത പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം കുറേ ദിവസം മുമ്പെടുത്ത വീഡിയോ ഉണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അടുത്ത പാർട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.